മോനുകുട്ടൻ എഴുന്നേറ്റിട്ടില്ല. അമ്മ എഴുന്നേറ്റ് പല്ല് തേക്കുന്നു. ഞാൻ പള്ളിയിൽ പോവാണ്. രാവിലെ നല്ല മഴയായിരുന്നു, ഇപ്പോൾ ഒന്ന് തോർന്നു നിൽക്കുക. എളുപ്പം പള്ളിയിൽ പോയേച്ചും വരാം. അമ്മ ഇന്ന് പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വയ്യാഞ്ഞുകൊണ്ട് അമ്മ പോയില്ല. പിന്നെ ഞാൻ പോയേച്ചും വരാം കേട്ടോ. അമ്മ പള്ളിയിൽ പോയിട്ട് വരാവേ. മുടിയൊന്നും പാളം. മഴയാണോ? ആ മഴയത്ത് എങ്ങനാ എനിക്കറിയത്തില്ല. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളിയിൽ പോയിട്ടും വന്നു. ഇച്ചിരി ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇന്നലെ നമ്മൾ ഗോതമ്പ് പൊറോട്ട വാങ്ങിച്ചായിരുന്നു. അത് കഴിക്കാൻ ഒരു ചിക്കൻ കറി വാങ്ങിച്ചു. പൊറോട്ട ഞാനൊന്ന് ചൂടാക്കി. മോൻകുട്ടൻ കഴിച്ചില്ല. ചൂടാണ് പ്രിയങ്ങളെ, ചൂടാ. ഇതാണ് നമ്മുടെ അടുപ്പുള്ള അടുക്കള. അമ്മ രാവിലെ ചോറ് വെച്ചു. ചോറ് വെന്ത് വാർത്തിട്ടു. ചോറ് വെക്കാന്നുള്ളതേ ഉള്ളൂ ഈ അടുക്കളയിലെ പണി. ഇപ്പൊ വിറകൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് വിശാലമായിട്ട് പാചകമൊക്കെ പോകണം. ആട്ടപ്പൊറോട്ടയും ചിക്കൻ കറി എല്ലാം ചൂടാ.
കൊടുത്ത് കൊടുക്കുക കുറ്റിയിടുന്നേ. അളവ് എടുത്ത് കൊടുക്കുക. അവിടെ കിടന്നാലും ഞങ്ങൾ അടുപ്പ് വെച്ച് കഴിഞ്ഞു വെക്കണം. ഇവിടെ കിടന്നാലും വിളിച്ചത് അവിടെ കൊണ്ടുപോയത് ഒത്തിരി ദിവസം അവിടെ കിടന്ന് ഉണങ്ങിയത്. അവിടെ പിടിച്ച് ഓരോ സ്ഥലത്ത് ഓരോന്നേ പിടിക്കും. വേറെ എവിടെയെങ്കിലും പിടിപ്പിച്ചിട്ട് വേണം അത് വെട്ടാൻ. അവിടെ പിടിക്കുന്നുണ്ട്. അതാണ് താഴും. എളുപ്പം താഴും. ഇതിനകത്ത് വീണാ ചത്തു. ഇല്ലയോ? പോയില്ലോ. കിണറ് നിറഞ്ഞു. അവിടെ കിണറേ ഇപ്പം മേല് വരെ അതതുപോലെ താഴും. ഭയങ്കര ഭയങ്കര ആഴമുള്ള കിണർ. അപ്പൊ നിറഞ്ഞു വന്ന് കിടക്കുന്ന കാണുമ്പോ പേടിയാട്ടോ. 6 പടി ഇറങ്ങാങ്കിൽ വെള്ളം തുടങ്ങും. 6 തൊടി 6 തൊടി ഇറങ്ങാങ്കിൽ വെള്ളത്തിൽ തൊടാം. നമ്മൾ വന്ന സമയത്ത് ഉണക്ക് സമയം, ഇറങ്ങാൻ വെള്ളത്തിനൊക്കെ ഇവിടെ എല്ലാം പ്രയാസമുള്ള സമയമാണ്. അന്നേരം വന്നപ്പോഴാണ് നമ്മൾ ഈ കിണർ കണ്ടപ്പോ ഈ എൻ്റെ കാലെല്ലാം അങ്ങ് പെരുത്ത അതുപോലെ ആഴോ കിണർ. എല്ലാത്തിനും എടുക്കുന്നത് ചിക്കൻ കറി ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല ചേട്ടൻ്റെ അവിടെ നിന്ന് ബിരിയാണി കൊണ്ടുവന്നത്, അതിൻ്റെ കൂടെ ചിക്കൻ കറി. അമ്മമ്മയ്ക്കും മോനിക്കുട്ടിനും ഒത്തിരി ഇഷ്ടപ്പെട്ട ചിക്കൻ കറി. ഇവിടോട്ട് കുത്തട്ടെ. ഇവിടോട്ട് കുത്തട്ടെ. ഇത് എങ്ങനെയാണ് കുറേ ഇത് കയ്യിൽ വീഴുന്നുണ്ട്. ഞാൻ കിടക്കുമ്പോ എന്നെ വിളിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ. എന്തോ വരയ്ക്കുന്നു. ഞാൻ കഴിക്കാൻ പോവാട്ടോ. വിളമ്പണോ? അവന് വേണ്ടാന്നിപ്പോ. അമ്മമ്മയും മോനിക്കുട്ടനും ഇപ്പൊ കഴിക്കുന്നില്ല. 1:30 ഞാൻ ഇച്ചിരി ചോറുണ്ട് വെച്ച് ഒന്ന് വിശ്രമിക്കട്ടെ. ഞങ്ങള് നമ്മുടെ മുത്തുമണിയുടെ മുറിക്കകത്ത് കിടക്കും. പിന്നെ തലാണയൊക്കെ എടുത്ത് സേഫായിട്ട് അലമാരിക്കകത്ത് വെച്ചിട്ട് പോയേക്കുന്നു. ആരും കിടക്കായിരിക്കും കിടക്ക. അപ്പൊ ഞങ്ങൾ ഇത്തിരി നേരം ഉറങ്ങിയിട്ട് വരും. മോൻകുട്ടൻ ചോറുണ്ടില്ല, ചോറ് വേണ്ടെന്ന് പറഞ്ഞാലും അവരമ്മമ്മ പോലും ചോറിന് 3 മണിയാവും. നല്ലതല്ലേ? എനിക്ക് അത്ര നേരം ഒന്നും വിഷമിക്കാൻ വയ്യ. ഞാൻ കഴിച്ച് പ്രിയങ്ങളെ
അപ്പൊ വിശ്രമം കഴിഞ്ഞിട്ട് കാണാം. ടാറ്റ. രണ്ടേ മുക്കാലായി പ്രിയങ്ങളെ. മഴ പെയ്യുന്ന ശബ്ദം കേട്ടാ ഞാൻ ഉണർന്നു. പ്രിയങ്ങളെ, 5 മണിയൊക്കെ ആയി. ഞാൻ ആ ഒരു മഴയുടെ സൗണ്ട് കേട്ട് ഉണർന്നതാണ്. എനിക്ക് ഭയങ്കര തലവേദന. ഒരു 3 മണി കഴിഞ്ഞപ്പോഴാണ് ആ മഴയുടെ സൗണ്ട് കേട്ട് ഉണർന്നത്. പക്ഷെ അന്നേരം തൊട്ട് നല്ല തലവേദന എന്ന് വെച്ചാൽ അപാര തലവേദന. എഴുന്നേറ്റ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു. ഒരു ഗുളിക കഴിച്ചു. നല്ല കടുപ്പത്തി ഒരു ചായ കുടിക്കാമെന്ന് ഓർത്ത. അയ്യോ, എന്തൊരു തലവേദന. അയ്യോ, അങ്ങനെ നീണ്ട 5 ആഴ്ചകൾ തികയ്ക്കുകയാണ്. എൻ്റെ മോനിക്കുട്ടനെ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ പ്ലാസ്റ്റർ എടുക്കാൻ. നമ്മൾ വയ്യാതൊക്കെ കിടക്കുമ്പോഴാണ് നമ്മളെ സ്നേഹിക്കുന്നവരാരൊക്കെയാ, നമുക്കുള്ളവരാരൊക്കെയാന്ന് മനസ്സിലാവുന്നു. എൻ്റെ മോനിക്കുട്ടൻ എൻ്റെ മോനിക്കുട്ടൻ അത് ശരിക്കും മനസ്സിലാക്കി കുറച്ച് നാളുകൾ കൊണ്ട്. അയ്യോ, നോട്ട് എഴുതുന്നെങ്കിൽ എഴുത്. കുളിക്കുന്നോ നീ? കുളിക്കുന്നെങ്കിൽ കുളിച്ചിട്ട് എഴുത്. തണുപ്പത്ത് അയ്യോ, എങ്ങനാണേലും കുളിച്ചില്ലേ ഒക്കത്തില്ല. അതായത് ഇത് ചോളം ഇത് തന്നെയാ മോനെ, ഇത് തന്നെയാ അത്. ഇതന്നെ അതും അല്ലേ? നല്ല ചൂട് ചോളത്തിന്റെ കൂടെ നല്ല മഴയും കൂടെ കൊള്ളാമോ? നല്ല സുഖമായിരിക്കും കഴിക്കുമ്പോ. കുഞ്ഞോ, ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ കുഞ്ഞോ. ഒന്ന് പറ. കുഞ്ഞോയെ എല്ലാവർക്കും എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? കുഞ്ഞോ നല്ല കുഞ്ഞാണോ? എന്നാ ഒരു ഹായ് പറ. പറ, ഇങ്ങോട്ട് നോക്കി പറ, ഇങ്ങോട്ട് നോക്കിയിട്ട് പറ. ഓ, നല്ല പോലെ പറ. ആ, അങ്ങനെ. സുഖമാണോന്ന് ചോദിച്ചേ. ഓ, ഗമയാ കുഞ്ഞോയ്ക്ക് ഭയങ്കര ഗമയ. കുഞ്ഞോയ്ക്ക് ഭയങ്കര ഗമയാണേ. ആ, തല പൊട്ടുന്ന തലവേദനയായിരുന്നു പ്രിയങ്ങളെ. ഇപ്പോഴും വെളിവ് വീണില്ല, എന്നാലും കുറച്ച് സമാധാനമുണ്ട്. പിന്നെ ചായയൊക്കെ കുടിച്ചു. അപ്പോഴാണ് ജാനിക്കുട്ടിയും കുഞ്ഞുനും ഒക്കെ വന്നത്. പിന്നെ കുറെ നേരം അവിടെയൊക്കെ ഇരുന്നു. ഇപ്പൊ പോയി മേല് കഴുകി പ്രാർത്ഥിക്കാൻ പോവാണ്. പിന്നെ മഴയായിരുന്നു, മഴ ഇപ്പൊ തോർന്നു. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു രാവിലെ പോവാന്ന്. അപ്പൊ ഇന്ന് ഇവിടെ കിടക്കുന്നു. പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വല്ലതൊക്കെ കഴിച്ചിട്ട് ഗുളികയും കൂടെ കഴിക്കാം എന്ന് വിചാരിച്ചു. അന്നേരം ഞാൻ വേദനയുടെ ഒരു ഗുളിക കഴിച്ചു. ഇനി വേറെ 2-3 ഗുളികയും കൂടെ ഉണ്ട്. അതുകൂടെ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലത്തേടം പന്തികേടാവും. നാളെ മോനുകുട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം. ഇരിക്കുന്ന ഇരിപ്പിൽ ഇപ്പം അടിക്കടി തലവേദന വരുന്നു. എന്താണ് കാര്യം എന്ന് അറിയത്തില്ല. ഈ മാസം എന്തായാലും ചെക്കപ്പിന് പോകുമ്പോൾ അതൊന്ന് പറയാം എന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ അമ്മ കുളിക്കുന്നു. ഇനി നമ്മൾ പ്രാർത്ഥിച്ച് കഴിച്ച് ചാച്ചാൻ പോവാണ്.
ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അങ്ങോട്ട് ഇരുന്നിട്ട് പറ്റുന്നില്ലായിരുന്നു. ഫോണിനകത്തോട്ട് നോക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. ഇപ്പോഴാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണൊന്ന് ഇതായത്. ഇച്ചിരി സമാധാനം, തലയ്ക്ക് ഇച്ചിരി ഒരു സമാധാനം ആയപ്പോഴാണ് ഞാൻ മേലെ എഴുതാൻ പോലും കയറിയത്. അത്ര എനിക്ക് വയ്യായിരുന്നു. എനിക്ക് അങ്ങോട്ടും തിരിയാൻ വയ്യ, ഇങ്ങോട്ടും തിരിയാൻ വയ്യ, എന്ത് തലവേദന എനിക്കറിയാം. അപ്പൊ എന്തായാലും ഇപ്പൊ ഇച്ചിരി സ്വസ്ഥതയുണ്ട്. പ്രാർത്ഥിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കട്ടെ, പറ്റുമെന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലത്തെ ഇടത്തെങ്ങാണം പറ്റുമെങ്കിൽ പറ്റുന്ന സമയം അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, എൻ്റെ ആയുസിൻ ദിനമൊക്കെയും നിനക്ക് അച്ഛ യോ 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 അപ്പമ്മ വിളിച്ചോ? അപ്പമ്മ വിളിച്ചോ? എന്തിനാ വിളിച്ചേ? എന്തിനാ അപ്പമ്മ എന്തിനാ മാമിയെ വിളിച്ചേ? ടി വി കാണാന് വിളിച്ചോ? ടി വി കാണാന് വിളിച്ചോ? തുടങ്ങിയോ? ഇല്ലല്ലോ. വാ, ഒന്നുകൊണ്ട് എഴുതി കഴിഞ്ഞെങ്കിൽ എഴുന്നേക്ക് വാ. 9 മണിയായി, കഴിക്കാം. ഇത് സൂപ്പർ മാർക്കറ്റിലുണ്ടോ? ഇല്ല കള. എന്തോ കുഞ്ഞാ? എന്തോ? ഓ പപ്പടം വേണോ? മാങ്ങാട്ടെ. ഈ നാരങ്ങാച്ചാർ കൂട്ടുമ്പോ പട്ടിപ്പൊടി അത് കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.